ഹായ് കൂട്ടുകാരെ, ടൈംലെസ് ട്രാവൽ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുസ്വാഗതം. ഹെൽത്തി ഇല്ലാത്ത ഒരാളാണെന്ന് ഇന്ന് പറയുന്നത്. എന്തോ ചെയ്യാ, രാവിലെ 6 മണിക്ക് ഇറങ്ങിയതാ കൂട്ടുകാരെ. രാവിലെ മഞ്ഞത്തിറങ്ങി ഇങ്ങനെ പറന്ന് അവസാനം തിരിച്ച് കൂടെ അണഞ്ഞോണ്ടപ്പോ ഒരാള് പറയാണ് കൂട്ട് വെട്ടുമെന്ന്. വന്നില്ലെങ്കിൽ എല്ലാരും കൂടി കറങ്ങി നടക്കാൻ രാവിലെ തൊട്ട്, എന്നിട്ട് നടക്കാനും പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കൂട്ടുകെട്ടും ഡൈവേഴ്സ് ചെയ്യുന്നു. കണ്ടോ എന്നെ ഡൈവേഴ്സ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ കൂട്ടുകാരെ, നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. എന്നെ വിട്ടിട്ട് വേറെ ആളിന്റെ കൂടെ നടക്കാൻ പോകുന്നാണ് പറഞ്ഞത്. താമല്ലൊക്കെ പറയണോ, വേറെ ആളുടെ കൂടെ വേറെ എന്റെ കൂട്ടുകാരികള് വേറെ ഉണ്ട്. താൻ മാത്രം ഒന്നല്ല, അവരെ കൂടി ഞാൻ കൂടുവാനെ. ഞാൻ സമ്മതിക്കില്ല. അപ്പൊ അങ്ങനെ പിടിച്ചു വെച്ചേക്കണ്ട, മുഖത്തേക്കൊന്ന് നോക്കൂ, നല്ല ടയർഡ്നെസ് ഇല്ലേ. കേട്ടോ, നമ്മൾ ഈ കൃഷി സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ ടൈറ്റ്നസ് ഒക്കെ പാറി പറന്നു പോകും. ഇവിടെ മലയാളികളുടെ ഒരു കൃഷി സ്ഥലമാട്ടോ ഇത്. ഇവിടെ ചുവന്ന ചീരയും കപ്പയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൃഷിയെല്ലാം എടുത്തു. ഇപ്പൊ നമ്മൾ ഈ ഒരു സൈഡ് മാത്രമേ ആ ഒരു അറ്റത്ത് കണ്ടോ ചുവന്ന ചീര ഇരിപ്പുണ്ട്. അത് വിത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. കുറച്ച് സംഭവങ്ങൾ പക്ഷെ അങ്ങ് അറ്റത്താണ് കാണാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതൊരു കാട് പോലെയൊക്കെ ഇതൊരു അമ്പലമാണ്, ചെറിയൊരു ശിവന്റെ അമ്പലമാണ്. പക്ഷെ അത് ഉറക്കാറൊന്നുമില്ല എപ്പോഴും. ഇപ്പൊ തുറന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എടാ, അപ്പുറത്ത് ചോളാട്, നമുക്കിത് പോയി ചോളക്കുട്ടിയെ കാണാം. അവിടെ സ്ഥലം എവിടെയുണ്ട്, നമുക്ക് നോക്കാം. ഇപ്പൊ തല്ലി വീഴാനുള്ള മനുഷ്യൻ ഒരു കമ്പെടുത്ത് ഓടിച്ച് എന്റെ കാലിലേക്ക് ഇട്ട്. ഞാൻ ഇത് പറിച്ചതാ. അതെ, മനുഷ്യൻ പേടിക്കാനായിട്ട്. എടാ, മൽബറി, ഒരു കുഞ്ഞു മൽബറി ചീരയൊക്കെ ഉണ്ട് കേട്ടോ. ചോളം ഉണ്ട്, ചീരയുണ്ട്. ചോളം ഇനി വലുതാണ്. ഞങ്ങൾ നടക്കണ റോഡാണ് കൂട്ടുകാരെ. ഇവിടെ ഇതിന്റെ അപ്പുറത്ത് മൊത്തം ലേക്കാണ്. അപ്പൊ മഴ പെയ്ത് കഴിയുമ്പോൾ ലേക്ക് ബെഡ് നിറഞ്ഞിട്ട് വെള്ളം ഇങ്ങനെ കൃഷിയിടങ്ങളിലേക്ക് കയറും. അപ്പൊ ഈ മൽബറി കൃഷി, തെങ്ങ്, അങ്ങനത്തെ എല്ലാം ഉണ്ട്. അപ്പൊ ഇപ്പൊ കൃഷിക്കാർ ഈ പ്രാവശ്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ലോഡ് കണക്കിന് മണ്ണ് കൊണ്ടിട്ട് എക്കല് മണ്ണാണ് കൊണ്ടുവന്നിട്ട് ആ കൃഷിയിടങ്ങൾ ഇങ്ങനെ പൊക്കി നല്ലപോലെ. അപ്പൊ ഏകദേശം ആ തെങ്ങൊന്ന് കാണിച്ചോ. ആ തെങ്ങിന്റെ ഏകദേശം ഒരു കാൽ ഭാഗത്തിലും മുകളിൽ എന്താന്ന് ഞാൻ പറയട്ടെ, ഒരു പശുവിന്റെ ഒരു തൊഴുത്തുണ്ടായിരുന്നു. അത് മുക്കാഭാഗം മൂടിയത്. അതിന് പിന്നെ അവര് ചെയ്യുന്നുണ്ട്, വേറെ ഷെഡ് ഉണ്ടാക്കി പശുവിന്. പക്ഷെ ഇപ്പൊ ഇങ്ങനെയാണ് അവര് ചെയ്യുന്നത് വെച്ചാല് മഴ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ വിളകൾ നശിക്കാൻ പാടില്ല എന്ന് വെച്ചിട്ട്. ഈ വിളകള് ഇതില് എന്തോ പുഴു പൂച്ചയൊക്കെ കടിച്ചിട്ടുണ്ടല്ലോ, എന്തോ ഒരു പുഴു. അത് കൃഷി കിളികൾ വന്ന് കൊത്തോടോ ഈ പുഴുവിനെയാ. അത് നല്ല തരത്തിലുള്ള ചീരകളുണ്ട് കേട്ടോ ഇവിടെ, അല്ലേ? അതെ. പിന്നെ എന്താ തന്റെ ഇന്നത്തെ ദിവസത്തിന്റെ അഭിപ്രായം? നല്ല ദിവസമായിരുന്നു. തന്റെ കൂട്ടുകാരത്തി എപ്പോ പോയി? നല്ല അഭിപ്രായമാണോ? നല്ല കാര്യങ്ങളൊക്കെ. ഞാൻ അവിടെ, താൻ ഇവിടെ അല്ലേ നിൽക്കണ്ടത്? ഇങ്ങോട്ട് ഇറങ്ങിപ്പോടോ എന്റെ മണ്ണിന്ന്. നല്ല അഭിപ്രായമായിരുന്നു. നല്ല രസമായിരുന്നു. ഞങ്ങള് കുറെ കറങ്ങി, എന്താ പറയാ, കൊറേ ഫോട്ടോ എടുത്തു. ഈ കടമൊക്കെ എപ്പോ വിട്ടു പറയൂ? ഈ കടമൊക്കെ താമ്പോ അപ്പൊ വീട്ടിൽ തന്നെ. എനിക്കങ്ങനെ പിടിക്കണില്ല. പിടിക്കരുത്, പിടിക്കാതിരിക്കാനാണ് എന്റെ ആവശ്യം. അപ്പൊ എന്താ പറയാ, ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. പോയി ചൂടുവെള്ളം കുടിക്കട്ടെ പാവം വിദ്യ. കഷ്ടം.